റോളിംഗ്. എല്ലാ TCV പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ. നമുക്ക് ഇന്നിവിടെ ഒരു അതിഥിയുണ്ട്. അതിഥി തൃശ്ശൂർക്കാരൻ തന്നെയാണ്. തൃശ്ശൂരിൽ നിന്നും നാടകങ്ങളിലൂടെ സിനിമയിൽ വന്ന് ഇപ്പോൾ സിനിമയിലൊരു സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. പേര് ഞാൻ പറയുന്നില്ല. നമുക്ക് അദ്ദേഹത്തോട് കുറച്ചു നേരം സംസാരിക്കാം, ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സാർ. നമസ്കാരം. അതെ, എന്നെ സാറേന്ന് വിളിക്കണ്ട, സാറ് വിളി വേണ്ട. നമസ്കാരം ചേട്ടാ. ചേട്ടനാ? നിങ്ങളെ കന്നഡ ഒന്നും ഒരു കന്നഡ വരുന്ന തൊപ്പി തൊപ്പി ഞാൻ അങ്ങനെ ഊരാറില്ല. അത് ശരി. അതെ, പേര് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. അത് മതി അല്ലേ? അപ്പോൾ തൊപ്പിയൊന്നും വയ്ക്കണ്ടേ, വെറുതെ ഒരു വെറൈറ്റിക്ക് അല്ലെങ്കിൽ. ശരി. അപ്പോൾ സാർ, ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് ഗതകാല സ്മരണകൾ താങ്കളിലേക്ക് ഓടി വരുന്നുണ്ടാവും. അത്തമ്പത്തോണം, പൂവിടൽ, പിന്നെ തൃക്കാക്കരപ്പന വയ്ക്കൽ, പൂവിളി, മറ്റ് ഓണത്തിൻ്റെ മറ്റുള്ള ചടങ്ങുകൾ, ആ ഗതകാല സ്മരണകൾ ഒന്ന് അയവിറക്കാം. ഒരു മിനിറ്റ്. ഈ പൂവിളി എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? പൂവിളി എന്ന് പറഞ്ഞാൽ പൂവിളി അല്ലേ? അതന്നെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അതെ, ഇങ്ങനെ ഭയങ്കര ഫോർമലായി സംസാരിച്ച ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് വളരെ കാഷ്വലായിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഒരു കാഷ്വൽ ഓണം ടോക്ക്. ഓണം ഇൻ്റർവ്യൂ, ഓണം ഗതകാല സ്മരണകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നിട്ട് പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് കഴിഞ്ഞല്ല? ഞാനാ? ഞാൻ ആദ്യമായിട്ട് കാണുക. ആണോ? ശരി. അപ്പോൾ അതിങ്ങനെ കുറേ പറഞ്ഞതാ. കുറേ ഓണത്തിന് നമുക്ക് എല്ലാവർക്കുള്ള എല്ലാ മലയാളികളെ പോലെ നമ്മൾ കാണും. ഓണത്തിൻ്റെ ആ സ്മരണകളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞ പോലെ ഓണപ്പൂത്ത്, എന്താ പറയുക, കളയിടലും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വല്ലതൊക്കെ സംസാരിക്കാം. അപ്പോൾ താങ്കളിപ്പോൾ ഒരു 100 സിനിമ അഭിനയിച്ചില്ലേ? 100 സിനിമയിലും കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്നൊന്നും പറയാമോ? സ്ഥിരം ചോദ്യമായിരുന്നത്. അപ്പോൾ ഒരു സ്ഥിര ഉത്തരമുണ്ട്. ഏറ്റവും എല്ലാ സിനിമകളിലെ എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടം നോക്കുന്നത് ഈ പ്രേക്ഷകർ നമ്മളോട് വന്ന് പറയും. എന്ന് പറഞ്ഞാൽ സിനിമ കാണുന്ന, സീരിയസ് ആയി കാണുന്നതും ഇഷ്ടത്തോടെ കാണുന്നവരൊക്കെ വന്ന് പറയും, ചില കഥാപാത്രങ്ങൾ നന്നായിട്ടുണ്ട്, ചിലതൊഴി നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനത്തെ ഒരു ഫീഡ്ബാക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യം ബ്രേക്ക് എന്ന സിനിമയാണ് ചാപ്പാക്കുരിശിലൊരു മാർട്ടിൻ എന്ന് പറയുന്ന ഒരു സൂപ്പർവൈസറായിട്ട് നിന്ന്. പിന്നെ ആമേൻ, ഇമ്മാനുവൽ, ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത ഈ പുണ്യാളൻ അഗർബത്തീസ്, ഉട്ടോപ്പിയ, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് കുറേ ചാലഞ്ചിങ് ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുറേ ഉണ്ട്. കുറേ സ്ഥിരം ചെയ്യുന്ന പാറ്റേൺസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. എനിക്കൊരു ഭാഗ്യം കിട്ടിയത് കുറച്ചൊക്കെ വെറൈറ്റിയായി ചെയ്യാൻ ചെറിയ കാലഘട്ടമാണെങ്കിലും അതിനുള്ളൊരു അവസരം കിട്ടി. ഓക്കെ. അപ്പോൾ സാർ, അല്ല ചേട്ടാ, അപ്പോൾ താങ്കൾ ഇത് ചെയ്തില്ല, ആമേൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിലെ ഒരു കപ്പ്യാർ എന്നുള്ള ഒരു കഥാപാത്രം, അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ആ കഥാപാത്രത്തിൽ എത്തിച്ചേർന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. ആമൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു നാടകത്തിൽ നിന്ന് വന്ന ആളാണ്. ഒരു നാടകം അനുഭവം പോലെയാണ്. കാരണം സാധാരണ സിനിമയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റ് കിട്ടുന്നു, പെട്ടെന്നാണ് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. ആമേനിൽ പോയപ്പോൾ ആമേൻ ഒരു നാടകം പോലെ തന്നെയായിരുന്നു. ആദ്യം കുറേ ദിവസം ഷൂട്ടിന് കുറേ ദിവസം മുമ്പ് തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തന്ന് അതിനെപ്പറ്റി ഡിസ്കഷൻ, നമ്മുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും മറ്റ് ആക്ടേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് അത് എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി അദ്ദേഹത്തോട് കുറേ സംശയങ്ങൾ ചോദിക്കാനുള്ളൊരു സമയം കിട്ടി. എൻ്റെ ചില ഇൻപുട്സ് കൊടുക്കാനും അവരുടെ ചിലത് സ്വീകരിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സംഭവമായിരുന്നു അത്. പിന്നെ വളരെ ആ ഒരു ക്യാരക്ടർ മികവുറ്റതാവുന്നത് അതിന് ഷെയ്ഡ്സ് ഉണ്ടാവണം, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാകുമ്പോഴാണ് അത്. അദ്ദേഹം ഈ ആമേനിലെ ഈ കഥാപാത്രം, ഈ കപ്പ്യാർ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരേ സമയം കൊമേഡിയനാണ്, വില്ലനാണ്, വിഡ്ഢിയാണ്, എന്ന ഭയങ്കര കൗശലക്കാരനാണ്. അങ്ങനെ ഒരുപാട് ലെയേഴ്സുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു. എനിക്കൊരു നല്ല ബ്രേക്ക് കിട്ടിയായിരുന്നു. ഈ കഥാപാത്രം ആവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒബ്സർവ് ചെയ്യുക, പോയി അയാളെ പിന്നാലെ നടക്കുക, അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടായി ഇത് ബന്ധപ്പെട്ടിട്ട്? അതിന് മുമ്പ് പറഞ്ഞു കപ്പ്യാരെ അനുകരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് കപ്പ്യാരെ അങ്ങനെ പരിചയമില്ല, കപ്പ്യാരിമാരെ കണ്ടിട്ട്. അപ്പോൾ ഞാനൊരു കപ്പ്യാരെ കാണാൻ ഇവിടെ തൃശ്ശൂരിനെ കുറച്ചപ്പുറത്തുള്ള ഒരു പള്ളിയിൽ പോയി. ജസ്റ്റ് നമ്മളൊന്ന് കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചു, ഇവിടുത്തെ കപ്പ്യാരെ ഒന്ന് കാണണം തന്നു. അപ്പോൾ ആ കപ്പ്യാര് വരൂ കാണിക്കാം. അപ്പോൾ ഒരാൾ വന്നു, അങ്ങനെ ഇൻസെർട്ടൊക്കെ ചെയ്തിട്ട് വെള്ള ഷർട്ടും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ബെൽറ്റൊക്കെ കെട്ടിയിട്ട് നല്ല കട്ട മീശയൊക്കെ വെച്ചിട്ട് വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ എനിക്ക് വെച്ചു അപ്പോൾ അയാൾ എന്നിട്ട് ആളോട് വെച്ചു, ഞാൻ കപ്പ്യാരെ കാണാൻ വന്നു പറഞ്ഞു. ഞാനാണ് ഇവിടുത്തെ കപ്പ്യാര്.
അപ്പോൾ ആ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ചേഷ്ട അതൊന്നും നമുക്ക് ഈ ക്യാരക്ടറിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അതിന് പറയില്ല ഒരു 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 ക്യാരക്ടറിലേക്ക് പോകുന്നത് നമ്മൾ ആ സംവിധായകൻ്റെ ഒരു ഇത് നമ്മുടെ ആ സ്ക്രിപ്റ്റിനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവന അതിൻ്റെ ഒരു സാധനങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ അതാണ് അതിനെ സഹായിച്ചിരിക്കുന്നത്. അപ്പോളേ ഈ രൂപം ഉണ്ടല്ലോ, ഈ ഇങ്ങനെ തടിച്ച രൂപം, ഇത് ഈ മാവേലിയായിട്ട് വളരെയധികം ഒരു എന്താ പറയുക ഫെമിലിയർ ഇതുണ്ടല്ലോ, സാമ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഓണക്കാലത്തൊക്കെ ഈ തടിച്ച ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇത് മാവേലി കെട്ടിയിട്ട് അവിടെ നിൽക്കാൻ, അത് പിടിക്കാൻ. അങ്ങനെ മാവേലി കെട്ടാൻ ഒക്കെ വിളിച്ചിട്ടുണ്ടാവും, എല്ലാവരും വിളിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ഇപ്പോൾ ഈ തുണിക്കട്ടയുടെ മുമ്പിലൊക്കെ നിൽക്കണ മാവേലി അല്ലേ? മറ്റേ ഇത് ഇല്ല, എന്നാരും മാവേലിയാവാൻ വിളിച്ചിട്ടില്ല. മാവേലി എൻ്റെ ഒരു കൺസെപ്റ്റിൽ മാവേലി ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ വൈശാലി സിനിമയിലെ ബാബു ആൻ്റണി ഒക്കെ ചെയ്തരുവല്ലേ, ലോമപാത, അതുപോലെ ആരോഗ്യ ദൃഢഗാത്രനായ വളരെ നല്ല അല്ലേ സ്റ്റാമിനയും ഭംഗിയൊക്കെ ഉള്ള ഒരാളായിരിക്കാം മാവേലി. മാവേലി അങ്ങനെ പോയി. അപ്പോൾ പക്ഷേ ഇത് ഈ രൂപത്തിനനുസരിച്ചിട്ട് തൃശ്ശൂർ ഈ ഓണക്കാലാവും ഭയങ്കര ഡിമാൻഡാണ്. നാഗനോണം അറിയില്ലേ? എന്നിട്ട് പുലിക്കളി അല്ലേ, പുലിക്കളി കെട്ടാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടാവല്ലോ. പുലിയായിരുന്നല്ലേ, പല പ്രാവശ്യം പുലിയായിട്ടുണ്ട്. പുലി നല്ല അനുഭവം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു നാടകക്കാരൻ നൽകി ഒരു നാടകം നടക്കുമ്പോൾ നമ്മളൊരു സ്റ്റേജിൽ നിന്നിട്ടാണ് നാടകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരു കുറേ ആൾക്കാർ വന്നിരിക്കുന്നു, ഒരു 500 പേരുണ്ടാവും. കുറേ ആൾക്കാർ എഴുന്നേറ്റ് പോകും, കുറേ പുതിയ ആൾക്കാർ വരും എന്നൊക്കെയാണ്. പക്ഷേ ഈ സ്റ്റേജും ഈ കാണികളുടെ ഇരിപ്പിടും അതൊക്കെ ഒരു സ്റ്റാറ്റിക്കാണ്, അവിടെ നിൽക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പുലി എന്ന് പറഞ്ഞാൽ പുലി ഇങ്ങനെ സ്റ്റേജ് ഒഴുകി നീങ്ങുകയാണ്, കാണികൾ ഒഴുകി നീങ്ങുകയാണ്. മുഴുവൻ ടൗൺ, പ്രത്യേകിച്ച് തൃശ്ശൂർ റൗണ്ടാണ് സ്റ്റേജ്, ഫുൾ. അത്രയധികം കാണികളും അത്രയധികം ഒരു പെർഫോമൻസ് ഏരിയ വളരെ വാസ്റ്റായിട്ടുള്ള കിലോമീറ്ററുകൾ നടക്കുന്ന ഒരു പെർഫോമൻസാണ് പുലിക്കളി എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ അതായിരിക്കും എനിക്ക് വളരെ അട്രാക്ഷൻ തോന്നിയിട്ട് അത് ഞാൻ പല കൊല്ലം പുലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വയറിനനുസരിച്ചിട്ട് അതേപോലെ പൈസ ഇത് കിട്ടിയോ? അതിൻ്റെ ഒരു പ്രതിഫലനം കിട്ടിയോ പുലിക്കളി കഴിച്ചു? എനിക്ക് പൈസ ഒന്നും പൈസ കിട്ടിയിട്ടുണ്ട്. അത് പുലിക്കളി എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം KSFE-യുടെ ഒരു പരസ്യം കണ്ടേ, ഓർമ്മ ഉണ്ടോ? KSFE അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, ഉഗ്രനായിട്ടുണ്ട്. അത് കുഴപ്പം. മറ്റേ പുലി ഈ പ്രിയനെ ചെയ്തത്, നമ്മുടെ പ്രിയനന്ദനൻ. അപ്പോൾ അതിൽ ഞാനൊരു പുലി വേഷം കിട്ടി. അതിന് അത്യാവശ്യം പൈസ അടഞ്ഞു. മറ്റേ പുലിക്കൊന്നും കിട്ടിയില്ല, അതൊക്കെ വെറുതെ. അപ്പോൾ സ്റ്റാർ ആയതിനു ശേഷം സിനിമയിൽ വന്നതിന് ശേഷം പുലി വേഷം കിട്ടിയപ്പോൾ പൈസ കിട്ടി, മറ്റേ ഒന്നും കിട്ടിയില്ല. സ്റ്റാർ ആയതിനു ശേഷം പുലി കിട്ടിയപ്പോഴാണ് കാശി കടന്നുള്ളൂ. ഈ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ഇതാണല്ലോ നമ്മുടെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ സിനിമയിലത്തെ ജോസഫേട്ടൻ. അപ്പോൾ പലരും ചോദിക്കാറില്ല അതിനെ പറ്റിയിട്ട്, അതെങ്ങനെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടോ? അത് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയും, നമ്മളൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ കഥാപാത്രം നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു കഥാപാത്രം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കഥാപാത്രം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാണികൾക്കും അത്, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ചെയ്യുന്ന ആൾക്കും അത്. അപ്പോൾ അതിലെ ജോസഫേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇതേപോലത്തെ ആൾക്കാരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് തൃശ്ശൂർ. അതായത് ചിലപ്പോൾ നല്ല കടയൊക്കെ ഉണ്ടാവും, നല്ല കടയും. ഞാൻ ചെറുപ്പകാലത്ത് അങ്ങനെ, പിന്നെ ഇപ്പോൾ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് അതിനെക്കാട്ടും നല്ല കട വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇയാളുടെ കച്ചവടം കുറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ടെക്നോളജി മാറുക, കാലം മാറുമ്പോഴൊക്കെ പിന്തള്ളപ്പെട്ട ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ട്, ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളെ അഭിനയിക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം നമ്മൾ കണ്ട് പരിചയമൊക്കെ ഉള്ളതാണ്. അതായിരിക്കും ഒരു പക്ഷേ കഥാപാത്രത്തെ അങ്ങനെ ആക്കി. കാരണം ആ സിനിമയിൽ വളരെ 4-5 സീനുകളിൽ മാത്രം ആ കഥാപാത്രം വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയുന്നൊരു ഇതാണ്, ഇമ്മാനുവൽ ജോസഫേട്ടൻ ഭയങ്കര നല്ല നന്മയുള്ള കഥാപാത്രമാണെന്നൊക്കെ. അതതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഇതും പിന്നെ ഡയറക്ടർ പിന്നെ ഒക്കെ ഒരുപാട് ഘടകങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിലെ ഈ തൃശ്ശൂർ സ്ലാങ് മാർട്ടിൻ സാറ് സൂപ്പർ മാർക്കറ്റിലെ, അതൊരു ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടറാണല്ലോ. അപ്പോൾ അവർ വേണച്ച് പറഞ്ഞാണോ തൃശ്ശൂർ ഭാഷ അങ്ങനെ, അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ്, അത് അങ്ങനെ ഒരു 1200 സിനിമയാണത് അല്ലേ? അപ്പോൾ അവർ സംവിധായകനൊക്കെ പറഞ്ഞതാണോ അങ്ങനെ തൃശ്ശൂർ ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി? അത് എന്താ വെച്ചാൽ അത് മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ ഇതും എന്താ പറഞ്ഞില്ല, ആമേൻ പോലെ തന്നെ ഒരു അനുഭവമായിരുന്നു. അതിന് നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. കാരണം അന്നൊന്നും ആർക്കും തിരക്കില്ല. ഇപ്പോൾ അന്ന് ഫഹദ് ഫാസിലാണ് അതിലത്തെ നായകൻ, പിന്നെ ഒന്ന് വിനീത് ശ്രീനിവാസൻ. ഇവരൊന്നും അങ്ങനെ തിരക്കുള്ള സമയമല്ല ആ സമയത്ത്, എനിക്ക് തീരെ തിരക്കില്ല. അപ്പോൾ ഇതേപോലെ ഒരു പ്രിപ്പറേഷൻ ഒരു സമയം കിട്ടി. ഇത് ചെയ്തിട്ട് ഈ സ്ക്രിപ്റ്റ് ഇരുന്നിട്ട് എല്ലാവരും സ്ക്രിപ്റ്റൊക്കെ ഇരുന്ന് വായനയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സംവിധായകൻ സമീർ താഹിർ ഒക്കെ, അതിൽ വേറൊരു ക്യാരക്ടർ ജിജു എന്നൊക്കെ പറയുന്ന ആൾ ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമുക്ക് കംഫർട്ടബിളായ ഭാഷയിൽ ഇത് പറയാമെന്ന് പറഞ്ഞു.
അപ്പോൾ എന്നെ ഈ സമീർ ഞാൻ പറഞ്ഞല്ലോ മാതൃഭൂമി അയച്ചപ്പോൾ ഒരു പരസ്യം ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു ബിവറേജിൽ ക്യൂ നിൽക്കുന്ന ഒരു ഹർത്താലിൻ്റെ തലേ ദിവസം ബിവറേജിൽ ക്യൂ നിൽക്കുന്ന ഒരാളുടേത്. അപ്പോൾ അതാണ് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം. അപ്പോൾ അതിൽ തനി തൃശ്ശൂർ ഭാഷ പറയുന്നത്. അപ്പോൾ പറഞ്ഞ് അവർ സജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണല്ലോ ഈ ലാംഗ്വേജുമായിട്ട്. അപ്പോൾ നമ്മൾ അവർ വിനീത് അയാളുടെ കുറച്ചൊരു തലശ്ശേരി കണ്ണൂർ സ്ലാങ്ങിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങനെ കംഫർട്ടബിളായിട്ട് ഇതാക്കുക. അപ്പോൾ അങ്ങനെയാണ് അതിൽ ഇത്. അപ്പോൾ നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഒരു സാധനം ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടായത്. അപ്പം നമുക്ക് ആദ്യം ഒരു ബ്രേക്ക് കിട്ടാൻ നല്ലതാണ്, ഭാഷയും സ്ലാങ്ങും രൂപമൊക്കെ. പക്ഷേ നമ്മളതിൽ കുടുങ്ങിപ്പോകാതെ നോക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ചില കഥാപാത്രങ്ങൾ വന്ന് ചേട്ടാ തൃശ്ശൂർ പറഞ്ഞാൽ മതി. അപ്പോൾ എന്തിനാ മറ്റുള്ളവരൊക്കെ അതിലപ്പോൾ അതിനൊരു ആവശ്യം അല്ലല്ല അത് പറഞ്ഞാൽ മതി. അപ്പോൾ കഴിയുന്നതും നമ്മളതൊന്ന് പോരാൻ പറ്റും. ചിലതിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പുണ്യാളൻ അഗർബത്തീസ് എന്നൊക്കെ പറയുന്ന തൃശ്ശൂർ പേരൂർ ക്ലത്ത് എന്നൊക്കെ പറഞ്ഞ സിനിമ തൃശ്ശൂർ നടക്കുന്ന ഒരു സിനിമയാണ്. അതിലൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. ചിലതിൽ യാതൊരു ഇതുമില്ലാലും അത് തന്നെ പറഞ്ഞാൽ മതി എന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായിരിക്കും. ചില സിനിമകളിൽ കഥാപാത്രങ്ങളൊക്കെ നന്നാവും, പക്ഷേ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. ചില സിനിമകൾ പല കാരണങ്ങൾ കൊണ്ട് ഓടാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ സിനിമകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്കങ്ങനെ തോന്നുന്നത് യൂട്ടോപ്യയിലെ രാജാവ് എന്ന് പറഞ്ഞാൽ അടുത്തിടെ കുറച്ച് ആ ഒരു സിനിമയിലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഭയങ്കര ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാരക്ടറാണ്. പക്ഷേ സിനിമ അങ്ങനെ ഒരു വിജയമായിരുന്നില്ല, കൊമേഴ്ഷ്യൽ വിജയമായിരുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് ആ കഥാപാത്രം മമ്മൂക്കയുടെ അമ്മാവനായിട്ടാണ്. മമ്മൂക്കയെക്കാട്ടും ഒരു 10-20 വയസ്സൊക്കെ പ്രായമുള്ള ഒരാളായിട്ട് അത് വളരെ നല്ല രസമായിരുന്നു. അതിൻ്റെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അതിൻ്റെ ആ ഗെറ്റപ്പ് നമ്മുടെ പട്ടണം റഷീദിക്കായിരുന്നു. അദ്ദേഹം നടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഏകദേശം ഇതേപോലത്തെ ഒരു ഗെറ്റപ്പ് എനിക്ക് തന്നത്. അതിൽ രണ്ട് ക്യാരക്ടറായിരുന്നു. ഒന്നൊരു മകനും ഒന്നൊരു അച്ഛനുമായിട്ട് രണ്ടും ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അച്ഛൻ്റെ ഭാഗത്ത് ഇതേപോലത്തെ ഗെറ്റപ്പ്, ഈ നരച്ച മുടിയും നരച്ച മീശയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു ഗെറ്റപ്പായിരുന്നു. പക്ഷേ ഈ സിനിമ വന്നപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പോയി. അച്ഛനില്ല, മകൻ മാത്രമല്ലോ. അപ്പോൾ പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, അത് നല്ല ഇതായിരുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കമൽ സാറിൻ്റെ തന്നെ ഈ പടം വന്നു. ഈ പടത്തിൽ റഷീദിക്ക് തന്നെയായിരുന്നു, പട്ടണം റഷീദ് തന്നെയായിരുന്നു അതിൻ്റെ മേക്കപ്പ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഗെറ്റപ്പ് തന്നു. അതിൻ്റെ ഒരു വളരെ ഘടകമായ അതിൻ്റെ ആ മേക്കപ്പും കാര്യങ്ങളാണ്. പിന്നെ ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു. തമാശയാണ്, ഫുൾ ടൈം തമാശയും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതാണ് ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. വേറെ സിനിമ ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞ സിനിമ, കുറേ സിനിമകളുണ്ട്. സിനിമ അങ്ങനെ പോപ്പുലർ ആവാത്ത കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഈ മമ്മൂക്കയോടൊപ്പം കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മമ്മൂക്ക സിനിമയിലേക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വല്ല ഇതുണ്ടോ, സംഭവം ഉണ്ടോ? ആര് പറഞ്ഞത്? അല്ല, അങ്ങനെ കേൾക്കണം, അങ്ങനെ വല്ല ഇതുണ്ടോ? അല്ല, മമ്മൂക്ക റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. കാരണം മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. മമ്മൂക്ക എന്നെ മാത്രമല്ല, അദ്ദേഹം പലരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്താ വെച്ചാൽ മമ്മൂക്ക ഏറ്റവും അധികം വളരെ അപ് ടു ഡേറ്റ് എല്ലാ സിനിമകളും കാണും. എല്ലാ ഇതും കാണും. ഞാൻ തന്നെ നമ്മൾ അഭിനയിച്ച പഴയ സിനിമകളും കണ്ടില്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് കാണുമ്പോൾ മറ്റേ സിനിമ നന്നായിരുന്നു, അല്ലെങ്കിൽ മറ്റു നടന്മാരോടും അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്തോ അറിയില്ല, എൻ്റെ ആദ്യത്തെ സിനിമ ബെസ്റ്റ് ആക്ടർ, അതിൽ ആദ്യത്തെ ഡയലോഗും ആദ്യത്തെ സീനൊക്കെ മമ്മൂക്കയുടെ ഒപ്പമായിരുന്നു. അപ്പോൾ മമ്മൂക്കായിട്ട് ഒപ്പമുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ ഒരു കോ ആക്ടർ എന്ന നിലയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. മമ്മൂക്കയുടെ ഭാഗ്യ ജോഡി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിലൊരു രാശി ചെയ്യണോ, അങ്ങനെയാണോ? അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, നല്ലതല്ലേ നമുക്ക്, നിങ്ങൾ പറഞ്ഞുണ്ടാക്കണല്ലേ. അതുപോലെ ഈ മോഹൻലാലിൻ്റെ ഒപ്പം അധികം സിനിമകൾ അഭിനയിച്ചിട്ടില്ല. എന്താ കാരണം? മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടില്ല അധികം. മോഹൻലാലിൻ്റെ ഒപ്പം ലാലേട്ടൻ്റെ ഒപ്പം ഒരു പടം ചെയ്തിട്ടുള്ളൂ, റെഡ് വൈൻ. ഇപ്പോൾ രണ്ടാമൂഴം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു വാസ്റ്റ് ബഡ്ജറ്റിൽ ഒരു സിനിമയാകാൻ പോകാണല്ലോ. ലാലേട്ടനാണ് ഭീമൻ ചെയ്യുന്നത്. പണ്ട് രണ്ടാമൂഴം ചെയ്തിട്ടില്ലേ, അല്ലേ? ഭീമനായിട്ട് വേഷം കെട്ടിയില്ലേ നാടകത്തിൽ? അപ്പോൾ അതിൽ ഭീമനൊക്കെ ആയിട്ട് ചെയ്തില്ലേ? അതിനെ പറ്റിയിട്ടൊന്നും പറയാം. രണ്ടാമൂഴം ഉണ്ടല്ലോ, ബിൻസാദ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ഇപ്പോൾ സുന്ദർദാസാറിൻ്റെ ഒക്കെ അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിൻസാദ് എൻ്റെ ഒപ്പം നാടകത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നെ അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമൂഴം ചെയ്തപ്പോൾ രണ്ടാമൂഴത്തിൽ ഭീമനായിട്ട് ഞാനായിരുന്നു. അതൊരു അമേച്ചർ പ്രൊഡക്ഷനാണ്, അമേച്ചർ നാടകമായിരുന്നു. പക്ഷേ ഒരുപാട് സമയമൊക്കെ എടുത്തിട്ട് അത് ഇവിടുന്ന് കുറച്ച് അകലെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ആ ഒരു പ്രിപ്പറേഷന് വേണ്ടി ദിവസം ഒരു 45 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് പോയിട്ട് ആയിരുന്നു. ഒരു 4-5 മാസമൊക്കെ. കാരണം എല്ലാവരും ജോലിയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ വൈകുന്നേരമൊക്കെ വന്നിട്ട് 8-9 മണിക്ക് ആകുമ്പോഴാണ് റിഹേഴ്സൽ തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അവിടെ നിന്ന് വന്നിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇതിഹാസങ്ങളൊക്കെ സിനിമയാക്കുന്നുണ്ട്. ഇപ്പോൾ കർണനാക്കുന്നുണ്ട്, മഹാഭാരതം, രണ്ടാമൂഴം,
പിന്നെ ഇപ്പോൾ ബാഹുബലി പോലത്തെ സിനിമകൾ വന്നു. അങ്ങനത്തെ ഉണ്ടല്ലോ ഭയങ്കര എന്താ കട്ട കഥാപാത്രങ്ങൾ, കട്ട വേഷോ? അല്ല അങ്ങനെ സ്ട്രോങ് ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ വന്ന ചെയ്യോ? കേട്ടിന് കലകില്ലേ? കിട്ടണം, നോക്കുന്നുണ്ട്. പരിചയം ഉണ്ടോ എല്ലാവരും? ഏത് ഇതിലാ രണ്ടാമത് ഞാൻ നോക്കാം അത് നോക്കാം. ഇപ്പം അധികം ഒരു ഹാസ്യ അല്ലെങ്കിൽ ഒരു കോമഡി ഫ്ലേവറുള്ള കഥാപാത്രങ്ങൾ കൂടുതൽ. ഈ വില്ലൻ അല്ലെങ്കിൽ നായകനൊക്കെ ആയിട്ട് വിളിച്ചാൽ പോകും. നായകനാവാൻ വിളിച്ചിട്ടില്ല കേട്ടാ. ഇല്ല, ചിലത് വിളിച്ചിട്ടൊക്കെ ഉണ്ട് ചില കാര്യം. അതൊന്നും നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് എന്നാൽ നമുക്ക് നോക്കാമല്ലോ. പക്ഷേ വില്ലനായിട്ടുണ്ട് പല സിനിമകളിലും വില്ലൻ. ഇപ്പോൾ ആമേൻ നിങ്ങൾ പറഞ്ഞ ആമേൻ എന്ന് പറഞ്ഞ സിനിമ വില്ലനാണ്. പിന്നെ മോളി ആൻറ്റി റോക്സ് ചില സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പല സിനിമകളിലും ചെയ്തിട്ടുണ്ട്, വില്ലനൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വപ്ന സഞ്ചാരി ഒക്കെ പക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെ വിളിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മളൊരു സാധനം ചെയ്താൽ അതിനോട് ഇതുള്ള സാധനങ്ങളാണ് അധികവും വരിക. നമ്മളതിന്ന് ഒരു നടൻ നിലയ്ക്ക് എങ്ങനെയാണ് നമുക്കതിന്ന് പുറത്ത് കിടന്ന് പുതിയത് ചെയ്യാനുള്ള ഒരു അന്വേഷണമുണ്ട്, അതിങ്ങനെ നടത്തുന്നു. പിന്നെ തമിഴ് സിനിമയിൽ പോരാളി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സമുദ്രക്കനി സംവിധായകൻ അല്ലേ? അതിനുശേഷം തമിഴ് സിനിമയൊന്നും വന്നിട്ടില്ല എന്ന്, അതോ ട്രൈ ചെയ്യാണ്ട് എന്താണ് തമിഴ് സിനിമയിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ? പോരാളി ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ, പോരാളി ചെയ്തു. അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. അതിൽ പക്ഷേ മലയാളി ക്യാരക്ടറാണ്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല തമിഴിൽ, അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, കിണർ എന്ന് പറഞ്ഞ എം.എൻ. നിഷാദിൻ്റെ കിണർ എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അത് കെണി എന്ന് പറഞ്ഞ പേരിൽ, കെണി എന്നാണ് കൃത്യമായിട്ട് അറിയില്ല. തമിഴിലും അത് ഡബ് ചെയ്തിട്ടുണ്ട്. ഡബ് ചെയ്യല്ല, അത് റീമേക്ക് ചെയ്തിരിക്കുകയാണ്. ജയപ്രദാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ പശുപതി, പാർത്ഥിബൻ, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിനിമയിൽ ഞാൻ മലയാളത്തിലും ഉണ്ട് തമിഴിലും ഉണ്ട്. അപ്പോൾ തമിഴ് ഞാൻ തന്നെ ഡബ് ചെയ്തത്. തമിഴൊക്കെ പഠിക്കില്ല, അത് നോക്കി വലിയ പ്രശ്നം തോന്നിയില്ല. തമിഴ് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏത് ഭാഷ ചെയ്യാനും തയ്യാറാണ്. ഇംഗ്ലീഷൊക്കെ ഉണ്ട്, പ്ലാനിലുണ്ട്. ഇംഗ്ലീഷാ? ഹോളിവുഡ് പിന്നെ വിളി വന്നാൽ പോകണം, സമയമുണ്ടെങ്കിൽ പോകണം. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഈ സ്പിൽബർഗ്, മണിരത്നം ഇവർക്കൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ശരിയാണോ? അതൊക്കെ നമുക്ക് അറിയാം, ശരിയാണോ? അല്ല, അറിയില്ല, കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങനെ ഒരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ ഫീൽഡിലൊക്കെ. അപ്പോൾ പലയിടത്തും അഡ്രസ്സ് കിട്ടുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓഡീഷൻ വരുമ്പോൾ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. മറ്റു തരത്തിൽ പോയിട്ടില്ല. മറ്റു തരത്തിൽ പോയി ഇങ്ങനെ നിന്ന് ചാൻസ് ചോദിക്കാനുള്ള എന്തോ ഒരു ചമ്മലോ എന്തോ ഒരു സംഭവം അറിയില്ല. പക്ഷേ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ഈ ചിലവരൊക്കെ പറയുന്ന ചില ഓഡീഷനുകളിൽ പോയിട്ടുണ്ട്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ സ്പിൽബർഗിനെ കണ്ടാൽ ഞാൻ പറയാട്ടെ. അപ്പോൾ ഈ ശരീരമാണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിനൊക്കെ സഹായിക്കുന്നത്? ഇങ്ങനത്തെ ശരീരം മാറ്റിയിട്ട് ഒരു 6 പാക്ക് ശരീരമാക്കാനൊക്കെ ആഗ്രഹമുണ്ടോ? സിക്സ് പാക്ക് ആക്കണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ ആവശ്യം വന്നാൽ ഇപ്പോൾ ഒരാൾ ഭയങ്കര ഒരു റോളാണ്, 6 പാക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മളും കൂടിയും തോന്നുകയാണ്. ഇപ്പോൾ അത് 6 പാക്ക് ഉണ്ടാക്കി അങ്ങനെ തന്നെ ആ തരത്തിൽ ചെയ്യാം. വ്യായാമം ഒക്കെ ഉണ്ടോ? വ്യായാമം പരിപാടികൾ, അങ്ങനത്തെ ഓട്ടം ചാട്ടം? നടക്കലാണ് നമ്മുടെ ഒരു പ്രധാന പരിപാടിയായിരുന്നു പണ്ട്. വെറുതെ ഇഷ്ടംപോലെ നടന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ നടക്കുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അങ്ങനത്തെ അത് കാരണം നടക്കൽ അങ്ങനെയില്ല. ഭക്ഷണമാണോ പ്രധാന വ്യായാമം? ഭക്ഷണം മിശ്രമൊക്കെ ഉണ്ട്, ഉറക്കുണ്ട്. എന്താ ഈ ചായ ഒന്നുമില്ലല്ലോ? ചായ അല്ല, ചായ പറഞ്ഞു എന്താണ് ചായ കൊടുക്കട്ടെ സാർ? 2 ചായ എനിക്കൊന്ന് പറഞ്ഞോ, ഇത് കഴിഞ്ഞിട്ട് മതി. ഞാൻ ചില ഇൻ്റർവ്യൂവിലൊക്കെ ഒരു ചോദ്യം കേട്ടിട്ടുണ്ട്, ഈ ജഗദീഷ് കുമാറിൻ്റെ പോലുള്ള നടന്മാരുടെ ഇതിലേക്കാണ് താങ്കളെ ഒക്കെ കയറി വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തരം ഒരു വലിയ നടന്മാരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ജഗദീഷ് കുമാറിൻ്റെ മാത്രമല്ല, അങ്ങനെ ഒരു വലിയൊരു സ്പേസ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ശങ്കരാടിച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, NF വർഗീസ്, ഒരുപാട് ഒരു ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്ന കുറേ ഹീറോസൊക്കെ പുതിയതായി വന്നിട്ടുണ്ടെങ്കിലും ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് നമുക്ക് വളരെ പ്രതിഭാധനരായ ഒരുപാട് നടന്മാരുണ്ടായിരുന്നൊരു മേഖലയിൽ ഒരുപാട് പേര് ഒഴിഞ്ഞു പോയി. ആ രംഗത്തേക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന അത്തരം വേഷങ്ങളാണ്. ആ രംഗത്തേക്ക് ഇനിയും ഒരുപാട് ആൾക്കാർക്കുള്ള അവസരങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആരുടെയും പകരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ജയചേട്ടനെയൊക്കെ പോലത്തെ ഒരു നടൻ അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ആ ഒരു മേഖല ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുക, ഒരുപാട് അവസരങ്ങളുണ്ട്. അതാണ് ഞാനെപ്പോഴും പലപ്പോഴും പറയും, ഈ സിനിമാ സംവിധായകരോട് പറയും, നിങ്ങൾ നാടകത്തിലും പ്രൊഫഷണൽ നാടകത്തിലും മെച്ച നാടകത്തിലൊക്കെ ഒരുപാട് നല്ല നടന്മാരുണ്ട്. ഒരുപക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ചാൻസ് ചോദിക്കില്ല. ചാൻസ് വന്ന് ചോദിക്കുന്നവർ പലപ്പോഴും അതിന് കേപ്പബിൾ ആയുള്ള ആൾക്കാരല്ല. അപ്പോൾ നമ്മളവിടെ പോയിട്ട് അവരെ കണ്ടെത്തണം. അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് ടാലൻറ്റ്സ് നമുക്കുണ്ട്.
ഒരുപാട് ആൾക്കാരെ പ്രോത്സാഹിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ അവരോട് അങ്ങോട്ട് പറയാറുണ്ട്. എപ്പോഴും നമ്മളോട് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പലർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ടൊക്കെ ഉണ്ട്. ഒരുപാട് ഈ ഷോർട്ട് ഫിലിമുകൾ അല്ലേ ഡയറക്റ്റ് ചെയ്യുക, എഴുതുക, അതൊക്കെ ചെയ്തല്ലോ, ക്യാമറ അല്ലേ. ആ അപ്പോൾ ഒരു ഒരു സിനിമ, റിയൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ ഫിലിം, അതിനെ പറ്റിയിട്ട് ആലോചിക്കണ്ട. സിനിമ ചെയ്യാം, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമോ? പ്രൊഡ്യൂസറാ? ഞാനും പ്രൊഡ്യൂസറെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനുണ്ടെങ്കിൽ പറയാം, എന്നാൽ കൊണ്ടുപോവാ. പിന്നെ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സിനിമ അങ്ങനെ പ്ലാനുകളുണ്ട്. പ്ലാൻ എന്ന് പറഞ്ഞാൽ അല്ല, മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ കുറേ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട്. പലതിലും ഞാൻ തന്നെ അഭിനയിച്ചിരിക്കുന്നത്. അതിന് അതായിട്ട് മറ്റേ ഞാനിപ്പോൾ കഴിഞ്ഞ പോലെ ചെയ്തത് ഹിഡൻ എന്ന് പറഞ്ഞൊരു സിനിമ, ഹിഡൻ ഇൻ ദ ലൈറ്റ്സ്, രഞ്ജിത്ത് മിലൻ എന്ന് പറയുന്ന ആൾ മനോഹരമായിട്ടൊരു ഷോർട്ട് ഫിലിമാണ്. അത് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ഷോർട്ട് ഫിലിമാണ് അപ്പൂപ്പൻ താടി. ശിവപ്രസാദ് എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ മുമ്പ് ചെയ്ത മഞ്ഞാന, യു ടേൺ എന്ന് പറഞ്ഞ സിനിമയൊക്കെ, മഞ്ഞാനയൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഇതാണ് അപ്പൂപ്പൻ താടി. അതൊരു വേറെ തരത്തിലുള്ളൊരു അവസരമാണ് നമുക്ക്. വേറെ തരത്തിൽ ഇപ്പോൾ പലപ്പോഴും മെയിൻ സിനിമയില്ലെങ്കിലും ഇത്തരം സിനിമകളിൽ നമുക്ക് വളരെ പെർഫോമൻസ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നാടകത്തിൽ നിന്നാണല്ലോ സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ആ നാടകം എങ്ങനെയാണ് അനുഭവങ്ങളും, അല്ലെങ്കിൽ ഈ നാടകത്തിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടതെന്ന് ഒന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ കാലം ബോംബെയിലൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നല്ല നാടകങ്ങൾ കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. നാടകം നാട്ടിലൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ ഭയങ്കര ഒരു നാടകക്കാരനൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാനിതുപോലെ ഒരു ലീവിൽ വന്നപ്പോഴാണ് രംഗചേതന, തൃശ്ശൂർ ഒരു 30 കൊല്ലത്തിന് മേൽ പ്രവർത്തിക്കുന്നൊരു അമേച്വർ നാടക പ്രവർത്തക സംഘമാണ് രംഗചേതന. നാടക പഠനവും അതിൻ്റെ പ്രായോഗിക പരിശീലനമൊക്കെ ഉണ്ട്. അപ്പോൾ രംഗചേതന സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അന്ന് വയല വാസുദേവപിള്ള സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സൺഡേ തിയേറ്റർ തുടങ്ങുന്നത്. ഈ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ നാടകവുമായി താല്പര്യമുള്ളവരൊരു കൂട്ടായ്മ. അതായത് പല ജീവിതത്തിൻ്റെ പല ജോലികളിലും ചെയ്യുന്നവരും ഞായറാഴ്ചകളിൽ ടൗണിലൊരു സ്ഥലത്ത് ഒത്തുകൂടുകയാണ്. നമ്മുടെ അന്നും ഇപ്പോഴും ഇപ്പോഴും നടക്കുന്നുണ്ട്. സൺഡേ തിയേറ്റർ വളരെ ആക്റ്റീവായി നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളും അവിടെ നാടകം അവതരിപ്പിക്കുന്നുണ്ട്. റീജിയണൽ തിയേറ്ററിന് പുറകിലുള്ള നാട്യഗ്രഹത്തിൽ. ഇപ്പോൾ അതിന് ബ്ലാക്ക് ബോക്സ് എന്ന് അറിയപ്പെടുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോ വിദേശത്തോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഘം എല്ലാ ഞായറാഴ്ചകളിലും വർഷങ്ങളായിട്ട് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വളരെ ഭയങ്കര ഒരുപാട് വലിയ സദസ്സൊന്നും ഉണ്ടായില്ല, പക്ഷേ സ്ഥിരം വരുന്ന കുറേ ആളുകളും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൺഡേ തിയേറ്ററിൻ്റെ തുടക്കം നടക്കുന്നത് അന്നാണ്, 2001 വയല സാറിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ലീവിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോഴത് നടക്കുന്നത്. അപ്പോൾ ഈ നാടക കൂട്ടായ്മയും ഇതൊക്കെ കൂടി പിന്നെ ഞാൻ ഇവിടെ കൂടുകയാണ് ചെയ്തത്. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള നാടക പ്രവർത്തനം തന്നെയായിരുന്നു. ഈ ചില കഥാപാത്രങ്ങളെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് അവതരിപ്പിക്കാൻ, ഉദാഹരണത്തിന് ഈ പള്ളിയിലച്ഛൻ, ഫാദർ. അപ്പോൾ അത് എന്താണ് കാരണം? ഇങ്ങനത്തെ ഒരു രൂപമാണോ, അതോ എന്താണ് അതിനങ്ങനെ ഈ ഒരേ കഥാപാത്രങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താ? അതിനെപ്പറ്റി എന്തെങ്കിലും പറയും? അങ്ങനെ നോക്കുമ്പോൾ കുറേ കഥാപാത്രങ്ങൾ, അച്ഛൻ കഥാപാത്രം, പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ് ഇൻസ്പെക്ടർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. കുറേ സാധനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്ലാങ്ങും ഫിസിക്കൽ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ, ഓഫ് കോഴ്സ് നടൻ്റെ രൂപം തന്നെയാണ് അയാളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്ലസ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഞാനിപ്പോൾ തടിയുണ്ട് മാത്രം, തടിയുള്ള എത്രയോ നടന്മാരുണ്ട് അല്ലേ. അപ്പോൾ അതല്ല കാര്യം, അതുമുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതൊരു കാര്യമാണ്. തടി ഇപ്പോൾ തൃശ്ശൂർക്കാരനാണല്ലോ, തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സത്യൻ അന്തിക്കാട്, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കണ്ടിട്ടില്ലല്ലോ. എന്താ അത് കാരണം ചോദിച്ചു? ഇല്ല ഇത് അഭിനയിച്ചിട്ടില്ല. നിങ്ങൾ ഈ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കണ്ടേ, എന്തുകൊണ്ട് എന്നുള്ളത്. വിളിക്കാൻ ആര് വിളിച്ചാലും നമ്മുടെ അഭിനയമാണല്ലോ, അപ്പോൾ പോവുകയൊക്കെ ചെയ്യും. എന്താ ഒരു പക്ഷേ എനിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവില്ല, മനസ്സിലാകുന്നില്ല. സത്യനെ മുമ്പേ അറിയുന്നതാണ്. നമ്മുടെ ഫിലിം ഫെസ്റ്റിവലൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ തൃശ്ശൂർ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടന്നിരുന്നു, ടിഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസിങ് സൈഡിലൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സത്യേട്ടൻ വരാറുണ്ട്, അതിഥിയൊക്കെ ആയിട്ട് വരാൻ പരിചയമുണ്ട്. പിന്നെ ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം നല്ല പരിചയം. ഞാൻ ആളെ കടമ പറയാം. അതെ, ചില സംവിധായകരുടെ സിനിമകളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ രഞ്ജിത്ത് ശങ്കറിൻ്റെ സിനിമ, ഉള്ള സിനിമകളിൽ കുറേ ഇങ്ങനെ എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു. അതെ, കമ്പനി ആർട്ടിസ്റ്റ് അല്ല, കമ്പനി ആർട്ടിസ്റ്റ് എന്ന് പറയാം നമ്മുടെ ഫീൽഡിൽ ഒരേ ആൾക്കാരുടെ സിനിമയിൽ വരുന്നത്. അവരത് സിനിമയിൽ നമുക്കൊരു അവസരം ഉണ്ടെങ്കിൽ അവർ തരാറുണ്ട്. രഞ്ജിത്ത് ശങ്കർ അങ്ങനെയാണ്. രഞ്ജിത്ത് ശങ്കറിൻ്റെ ഇപ്പോൾ ആദ്യത്തെ 2-3 സിനിമകൾ കഴിഞ്ഞിട്ട് പിന്നെ അധികം സിനിമകൾ ഇടയിൽ വെച്ച് രാമൻ്റെ തോട്ടത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ അധികം രഞ്ജിത്ത് ശങ്കറിൻ്റെ സിനിമകളിലും എനിക്ക് വളരെ വെറൈറ്റിയായ, വളരെ അല്ല സിനിമകൾ തന്നെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ വ്യത്യസ്തമാണ്.
അപ്പോൾ ഒരേ ക്യാരക്ടറിനെ 2 പ്രാവശ്യം ചെയ്യുന്നതും രഞ്ജിത്ത് ശങ്കറിൻ്റെ സിനിമയിലാണ്. പുണ്യാളൻ അഗർബത്തീസിൻ്റെ ഇപ്പോൾ 2ാം ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതിലും ഞാൻ മൈസ്രേട്ട്, ബേബി മൈസ്രേട്ട് എന്നുള്ള ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോലീസ് വേഷങ്ങൾ പലതിലും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പോലീസ് വേഷം പോയി ഇടി എന്നൊക്കെ സിനിമയിലൊക്കെ രസമുള്ള അധികം ഒരു തമാശയുള്ള പോലീസുകാരനായിട്ടായിരുന്നു. ഇടി, ഇതിഹാസ, താപ്പാന അല്ലേ, കുറേ സിനിമകളിൽ ചെയ്തു. അത് ഇതേപോലെ വല്ല പ്രിപ്പറേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതോ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്നത് നമുക്കുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട സിനിമകൾ, നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ വായിച്ച പുസ്തകം, നമ്മൾ പരിചയപ്പെട്ട ആൾക്കാർ, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ എവിടേക്കൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു കഥാപാത്രമൊക്കെ ആകുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് എത്തുന്നത്. നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുന്നു, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതിനെ ബന്ധപ്പെട്ട ആൾക്കാർ, സ്ക്രിപ്റ്റ് റൈറ്റർ, സംവിധായകനൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവർ തരുന്നൊരു ഇൻപുട്ട് ഉണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സാധാരണ. വളരെ ഞാൻ പറഞ്ഞ പോലെ കപ്പ്യാര പഠിക്കാൻ പോലെ പോയ പോലീസുകാരെ പിന്നാലെ പോയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ പിന്നെ നമ്മുടെ ഇമാജിനേഷനാണ്. നമ്മുടെ ഇതാണല്ലോ, ഇപ്പോൾ ഒരു രാജാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജാക്കന്മാരെ കണ്ടിട്ടൊന്നുമില്ല. ഒരു 50 അല്ല ഒരു 200 കൊല്ലം മുമ്പത്തെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും മറ്റുള്ള ഇൻപുട്സൊക്കെ എടുത്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ഡ്രീം റോൾ എന്നൊക്കെ പറയില്ലേ, ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ വില്ലൻ ചെയ്യുക, നായകന്മാർ വില്ലനാവുക അല്ലേ, അങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങളും പലതും നടക്കുന്നുണ്ട്. അങ്ങനെ പലതും ബ്രേക്ക് ആക്കാൻ വേണ്ടി വല്ലതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇമേജ് ബ്രേക്കിംഗ് ഒക്കെ നമ്മളെപ്പോഴും നടത്തുന്നതാണ്, ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. നമ്മൾ അങ്ങനെ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കൂടി വൈഡാക്കണം തന്നെ നമ്മുടെ വർക്കിംഗ് ഏരിയ. മറ്റ് ലാംഗ്വേജുകളും മറ്റു തരത്തിലൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ഫിലിമും നാടകമൊക്കെ വന്നു. ഇപ്പോൾ സിനിമയിൽ തിരക്കായി അല്ലെങ്കിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കില്ല, നാടകത്തിൽ അഭിനയിക്കുന്നില്ല, അങ്ങനെയൊക്കെ ചിലർ ഇതാക്കുന്നു. അതെയോ? അതറിയില്ല. ഞാനിതൊക്കെ മുമ്പ് ചെയ്തായിരുന്നല്ലോ. അങ്ങനെ ഞാനെല്ലാം ചെയ്യും. പണ്ട് ചെയ്തായിരുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നാടകം, സിനിമയിലെ എല്ലാ കാര്യങ്ങളും. സിനിമയിൽ അഭിനയമില്ലാതെ മറ്റ് മേഖലകൾ വല്ലയിടത്തും ചെയ്തിട്ടുണ്ടോ? സിനിമയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങുന്നത് ലെനിൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, ലെനിൻ രാജേന്ദ്രൻ്റെ രാത്രി മഴ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. ഞാൻ ലൊക്കേഷൻ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന പൈലറ്റ് സൗണ്ട് എന്ന് പറയും. നമ്മുടെ ആക്ഷൻ നടക്കുന്ന ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ശബ്ദം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പൈലറ്റ് സൗണ്ട് വെച്ചിട്ടാണ് പിന്നെ രണ്ടാമത് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു നമുക്ക് ആദ്യം കിട്ടിയൊരു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എസ്എൽപുരം സജി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ചെയ്തു തരുന്നത്. അദ്ദേഹം പെട്ടെന്ന് പോകേണ്ട വന്നപ്പോൾ ഞാനും ഇങ്ങനെ നിൽക്കായിരുന്നു. എന്നോട് വന്ന് നോക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ പെട്ടെന്ന് ചെന്ന വഴിക്ക് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഒരു 1-2 ദിവസത്തിനുള്ള അയാൾ എന്നെ ഏൽപ്പിച്ചിട്ട് അയാൾ പോയി. പിന്നെ ആ സിനിമ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു. അതുപോലെ മകരമഞ്ഞ് എന്ന് പറയുന്ന 2ാമത്തെ സിനിമയിലും ഞാൻ ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. ഇത്ര നേരം നമ്മൾ തമ്മിൽ സംസാരിച്ചെങ്കിലും പ്രേക്ഷകരോട് പറയണ്ടേ, നമ്മുടെ അവസാനം അല്ല ഇങ്ങനത്തെ അഭിമുഖത്തിൻ്റെ അവസാനം ഓണക്കാലത്ത് പ്രത്യേകിച്ച് പറയില്ല, ഒരു ഓണം ആശംസ. ഓണാശംസ അതെന്നാ ശരി, അങ്ങോട്ടല്ലേ. അപ്പോൾ എല്ലാ TCV പ്രേക്ഷകർക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ